കത്തോലിക്ക സഭയുടെ തലവന്മാർ പലപ്പോഴും വിവിധ രാജ്യങ്ങളിലേക്ക് നടത്തുന്ന അപ്പസ്തോലിക യാത്രകൾക്ക് രാഷ്ട്രീയപരവും ചരിത്രപരവുമായ വലിയ പ്രാധാന്യമുണ്ട്. പടിഞ്ഞാറൻ ലോകത്തെയും പൗരസ്ത്യ ദേശത്തെയും ബന്ധിപ്പിക്കുന്ന കവാടമായി നിലകൊള്ളുന്ന തുർക്കി മാർപ്പാപ്പന്മാരുടെ യാത്രകളിൽ എപ്പോഴും ഇടം പിടിക്കാറുണ്ട്. ഇന്ന് തുർക്കി ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണെങ്കിലും ക്രിസ്തുമതത്തിന്റെ പിള്ളത്തൊട്ടിലെന്നാണ് തുർക്കി അറിയപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ ലിയോ 14 പാപ്പ തുർക്കി സന്ദർശിച്ചതോടെ ഈ ചരിത്രപരമായ രാജ്യത്ത് കാലുകുത്തുന്ന 5ാമത്തെ മാർപ്പാപ്പയായി അദ്ദേഹം മാറി. പതിറ്റാണ്ടുകളായി വത്തിക്കാനും തുർക്കിയും തമ്മിൽ നിലനിർത്തിപ്പോരുന്ന ശക്തമായ ബന്ധത്തിന്റെ തുടർച്ചയാണ് ഓരോ തുർക്കി സന്ദർശനവും അടയാളപ്പെടുത്തുന്നത്. 1960കളിൽ ആധുനിക നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചതിനു ശേഷം തുർക്കി സന്ദർശിച്ച ആദ്യത്തെ മാർപ്പാപ്പയാണ് പോൾ 6 പാപ്പ. 1967ലാണ് ആദ്യമായി പോൾ 6 പാപ്പ തുർക്കിയിലെത്തുന്നത്. അതിനുശേഷം 1979ൽ ജോൺ പോൾ 2 പാപ്പ തുർക്കി സന്ദർശിച്ചു. ക്രിസ്തുമതത്തിന്റെ പൗരാണികമായ വേരുകൾ തേടിയുള്ള ഒരു പ്രധാന യാത്രയായിരുന്നു അത്. പിന്നീട് 2006ൽ ബെനഡിക്ട് 16 പാപ്പ മതങ്ങൾ തമ്മിലുള്ള സംവാദത്തിനും സൗഹൃദത്തിനും പ്രാധാന്യം നൽകിയ സന്ദർശനം നടത്തി. 2014ൽ ഫ്രാൻസിസ് പാപ്പ കിഴക്കൻ ഓർത്തഡോക്സ് സഭയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തുർക്കി സന്ദർശിച്ചിരുന്നു. ഇപ്പോഴിതാ നിക്യ സൂനഹദോസിന്റെ 1700ാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ചാണ് ലിയോ 14 പാപ്പ തുർക്കി സന്ദർശനം നടത്തുന്നത്. ഓർത്തഡോക്സ് സഭയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക, ഇസ്ലാം ക്രൈസ്തവ സൗഹൃദം പ്രോത്സാഹിപ്പിക്കുക, പശ്ചിമേഷ്യയിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യത്തോടെയാണ് ലിയോ പാപ്പ തുർക്കി സന്ദർശനം നടത്തുന്നത്. മാർപ്പാപ്പമാരുടെ ഓരോ തുർക്കി സന്ദർശനവും ചരിത്രത്തിന്റെ വേരുകളിലേക്കുള്ള ഒരു തീർത്ഥാടനവും ഒപ്പം ആധുനിക ലോകത്തിലെ മതസൗഹൃദത്തിനായുള്ള ശക്തമായ നയതന്ത്ര ശ്രമവുമാണ്.